മലയാളത്തിൽ ഇതുവരെ നിരവധി താരപുത്രന്മാർക്കും താരപുത്രിമാരും അഭിനയത്തിലേക്കും സിനിമയിൽ പിന്നണി പ്രവർത്തനങ്ങളിലേക്കും എത്തിയിട്ടുണ്ട്. അവരിൽ പലരും ഇന്ന് പാൻ ഇന്ത്യൻ തലത്തിൽ അറിയപ്പെടുന്ന താരങ്ങളും ടെക്നീഷ്യൻസുമാരുമാണ്. മുൻനിരയിൽ നിൽക്കുന്ന താരങ്ങൾക്ക് മക്കൾ ജനിക്കുമ്പോൾ മുതൽ അവരുടെ സിനിമാ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ആരംഭിക്കും. പിന്നീട് അവർ സിനിമയിലേക്ക് എത്തുമ്പോൾ ആരാധകർ അത് വലിയ ആഘോഷമാക്കുകയും ചെയ്യും. മലയാള സിനിമയിലെ താരപുത്രന്മാർക്കും താരപുത്രിമാർക്കും ഇടയിൽ നിന്നും മെഡിക്കൽ മേഖല തെരഞ്ഞെടുത്ത ചുരുക്കം ചിലരുണ്ട്. അതിലൊരാൾ നടൻ ദിലീപിന്റെ മൂത്ത മകൾ മീനാക്ഷിയാണ്. മീനാക്ഷി MBBS കഴിഞ്ഞ് നിൽക്കുകയാണ്. ചെന്നൈയിൽ നിന്നുമാണ് മീനാക്ഷി MBBS പഠിച്ച് ബിരുദം നേടിയത്. പ്രണവ് മോഹൻലാൽ, ദുൽഖർ സൽമാൻ, കാളിദാസ് ജയറാം, കല്യാണി പ്രിയദർശൻ അടക്കമുള്ള യുവതാരങ്ങൾക്ക് അത്തരത്തിലൊരു വലിയ സ്വീകരണം ലഭിച്ചത് നമ്മളെല്ലാം കണ്ടതുമാണ്. ഇതിനോടൊക്കെ കീർത്തി സുരേഷ് അടക്കം നിരവധി പേർ താരപുത്രിമാർ അഭിനയത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും പ്രേക്ഷകർ കാത്തിരിക്കുന്നത് മറ്റൊരാളുടെ സിനിമ എൻട്രി കാണാനാണ്. അത് മറ്റാരുമല്ല, ജനപ്രിയ നായകൻ ദിലീപിന്റെ മാനസപുത്രി മീനാക്ഷിയാണ്. ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ ദിലീപിനോടും മഞ്ജു വാര്യരോടും കാണിക്കുന്ന സ്നേഹം അതേ അളവിൽ തന്നെ മീനാക്ഷിക്കും ലഭിക്കുന്നുണ്ട്. മീനുട്ടി എന്ത് ചെയ്താലും അത് ട്രെൻഡിംഗ് ആകും. 4 വർഷം മുമ്പാണ് മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ അരങ്ങേറിയത്. ഇൻസ്റ്റാഗ്രാമിൽ താരപുത്രി കൂടുതൽ സജീവമാണ്. മൈ ലൈഫ് ഇൻ പിക്ചേഴ്സ് എന്ന ബയോയിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെയാണ് താരപുത്രിയുടെ സോഷ്യൽ മീഡിയ പേജ്. മീനാക്ഷി എന്താണെന്ന് താരപുത്രിയുടെ പോസ്റ്ററുകളിൽ നിന്നും വ്യക്തം. അമ്മ മഞ്ജു വാര്യരും മീനാക്ഷിയുടെ ഫോളോവേഴ്സ് ലിസ്റ്റിലുണ്ട്. അടുത്തിടെ വരെ അമ്മയെ മീനാക്ഷിയും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അഭിനയിക്കാതെ തന്നെ താരമായി മാറിയവരാണ് താരങ്ങളുടെ മക്കൾ. മീനാക്ഷി, ദിലീപും അവന്തിക രഞ്ജിത്തുമെല്ലാം അത്തരത്തിൽ സെലിബ്രിറ്റികളായി മാറിയവരാണ്. ഒരു സിനിമയിൽ പോലും മുഖം കാണിച്ചില്ലെങ്കിലും ആരാധക പിന്തുണയിൽ ഏറെ മുന്നിലാണ് ഇവരുടെ സ്ഥാനം. സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇവർ പങ്കിടുന്ന വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട്. വിശേഷ അവസരങ്ങളിലെല്ലാം ഇരുവരും ആശംസകൾ കൈമാറാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൂടെയായി പങ്കിടുന്ന പോസ്റ്റുകൾ ക്ഷണനേരം കൊണ്ട് തന്നെ ചർച്ചയായി മാറാറുണ്ട്. ഇപ്പോഴത്തെ താരപുത്രികൾ ഗോവയിലെത്തിയ വിശേഷമാണ് ചർച്ചയാകുന്നത്. ഗോവയിലേക്ക് പോവുകയാണെന്ന വിശേഷം കഴിഞ്ഞ ദിവസം മീനാക്ഷി പങ്കിട്ടിരുന്നു. ഇപ്പോഴത്തെ ഐഷുവിനും മീനുട്ടിക്കൊപ്പമുള്ള ഫോട്ടോയുമായി എത്തിയിരിക്കുകയാണ് അവന്തിക രഞ്ജിത്ത്. ഐശ്വര്യലക്ഷ്മിയെയും മീനാക്ഷിയെയും മെൻഷൻ ചെയ്താണ് ചിത്രങ്ങൾ സ്റ്റോറിയായി പങ്കിട്ടത്. ഗോവയിലാണെന്ന് വ്യക്തമാക്കിയതോടെയാണ് കീർത്തിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായി പോയതാണോ എന്ന ചോദ്യങ്ങൾ ഉയർന്നത്. കൂടുതൽ വിശേഷങ്ങളും ചിത്രങ്ങളും പുറത്തു വരുന്നതിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. കീർത്തിയുടെ വിവാഹത്തിൽ നിന്നുള്ള ചില ചിത്രങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. അതിനാൽ തന്നെ ആരൊക്കെ വിവാഹത്തിൽ എത്തിയെന്നത് അറിയില്ല. മാത്രമല്ല, ദിലീപ്, കാവ്യ വിവാഹത്തിനുണ്ടോ എന്ന് വ്യക്തമല്ല. അതോ മഞ്ജു ആണോ വിവാഹത്തിന് എത്തിയതെന്നും അറിയില്ല. അതേസമയം നേരത്തെ ഫോളോവേഴ്സ് ലിസ്റ്റ് ഹൈഡ് ചെയ്യാത്ത മഞ്ജു ഇപ്പോൾ ആദ്യമായി തന്റെ ഫോളോവേഴ്സ് ലിസ്റ്റ് ഹൈഡ് ചെയ്തത് വാർത്തയായിരുന്നു. പക്ഷേ ഇൻസ്റ്റയുടെ അപ്ഡേഷൻ പ്രകാരം പരസ്പരം ഫോളോവേഴ്സ് അല്ലാത്ത ആർക്കും ആ ലിസ്റ്റിലുള്ള ആളുകളെ നിലവിൽ കാണാൻ സാധിക്കില്ല എന്നതാണ് മറ്റൊരു അവസ്ഥ. എന്നാൽ മോൾക്ക് വേണ്ടി മഞ്ജു ഹൈഡ് ചെയ്തേയല്ലേ എന്ന് ആരാധകർ പറയുന്നുണ്ട്. കാരണം മഞ്ജുവിന്റെ അടുത്തേക്ക് മീനാക്ഷി എത്തുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോഴും ആരാധകർ. ഇൻസ്റ്റാഗ്രാമിൽ മഞ്ജു വാര്യർ മീനാക്ഷിയെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ അത് വലിയ വാർത്തയായിരുന്നു. അതിനാലാണോ ഇത്തരത്തിൽ ഹൈഡ് ചെയ്തു വെച്ചിരിക്കുന്നതെന്നും വാർത്തകളുണ്ട്. മാത്രമല്ല, ജയറാം പാർവതി ദമ്പതിമാരുടെ മകന് വിവാഹമാശംസകൾ നേർന്നുകൊണ്ട് മഞ്ജു വാര്യർ എത്തിയിരുന്നു. മാളവികയുടെ വിവാഹത്തിന് മഞ്ജു എത്തിയിരുന്നില്ല. കാളിദാസ് വിവാഹത്തിന് എത്തും എന്നുള്ള ആകാംക്ഷ സിനിമാ പ്രേമികൾക്ക് ചിലർക്ക് ഉണ്ടായിരുന്നെങ്കിലും മഞ്ജു ഗുരുവായൂരിലും എത്തി കണ്ടില്ല. ചെന്നൈയിൽ നടക്കുന്ന ചടങ്ങുകളിൽ നിന്നും മഞ്ജു വിട്ടുനിന്നു. കാരണം മകൾക്ക് വേണ്ടി മഞ്ജു പിന്മാറി കൊടുക്കുന്നു എന്ന തരത്തിലൊരു സംസാരം ഇടക്കാലത്ത് നിന്നിരുന്നു. അതിനാൽ തന്നെ കീർത്തിയുടെ വിവാഹത്തിൽ നിന്നും മഞ്ജു മാറി നിന്നോ എന്നും അറിയില്ല. അതേസമയം കീർത്തിയുടെ വിവാഹ വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ചാ വിഷയം. ബാലതാരമായി സിനിമയിലെത്തിയതാണ് കീർത്തി സുരേഷ്. പ്രിയദർശനായിരുന്നു കീർത്തിയെ നായികയാക്കിയത്. മലയാളത്തിലൂടെ തിളങ്ങി തെന്നിന്ത്യയുടെ സ്വന്തം താരമായി മാറുകയായിരുന്നു താരപുത്രി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിരവധി മികച്ച അവസരങ്ങളാണ് കീർത്തിക്ക് ലഭിച്ചത്. അഭിനയിക്കാൻ അറിയില്ലെന്ന വിമർശനങ്ങൾ നേരിട്ടെങ്കിലും ദേശീയ അവാർഡിലൂടെയായിരുന്നു താരപുത്രി കഴിവ് തെളിയിച്ചത്. നായികയായപ്പോൾ മുതൽ കീർത്തി പ്രണയത്തിലാണെന്ന തരത്തിൽ ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു. സഹതാരങ്ങളുടെയും ക്രിക്കറ്റ് താരത്തിന്റെയും ഒക്കെ പേരുകളായിരുന്നു ഉയർന്നത്. വിവാഹം സമയമാകുമ്പോൾ നടക്കും, എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞാൽ അറിയിക്കുമെന്നായിരുന്നു കീർത്തി പറഞ്ഞത്. 15 വർഷത്തെ പ്രണയമാണ് ഇപ്പോൾ വിവാഹത്തിലെത്തിയത്. തെന്നിന്ത്യൻ സിനിമാ മേഖലയിലെ പ്രമുഖരും വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു.